ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 8. നഹി പ്രപശ്യാമി മമാപനുദ്ധ്യാ ദ്യുച്ഛോഗമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമഭിജാധിപത്യം. വിവർത്തനം. ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികളില്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടെയുമുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കുകയില്ല. ഭാവാർത്ഥം. മതസിദ്ധാന്തങ്ങളെയും നീതിശാസ്ത്രങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള വാദമുഖങ്ങൾ ഒട്ടേറെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആത്മീയ ഗുരുവായ കൃഷ്ണന്റെ സഹായം കൂടാതെ തന്റെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അർജുനന് സാധിച്ചില്ല എന്നു കാണാം. ജീവിതത്തിലെ ചുട്ടുനീറ്റുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തന്റെ ജ്ഞാനം കൊണ്ടാവില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കൃഷ്ണനെ പോലുള്ള ഒരു ആധ്യാത്മിക ആചാര്യന്റെ സഹായമില്ലാതെ ഇവയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതല്ല. പാണ്ഡിത്യം, ജ്ഞാനം, ഉന്നത സ്ഥാനം ഇവയെല്ലാം പ്രശ്ന പരിഹാരത്തിൽ ഉപയോഗശൂന്യമായി തീരുന്നു. കൃഷ്ണനെ പോലുള്ള ഒരു ആത്മീയ ആചാര്യനു മാത്രമേ ഇക്കാര്യത്തിൽ സഹായിക്കാൻ കഴിയൂ. അപ്പോൾ 100% കൃഷ്ണാവബോധമുള്ള ഒരു ആത്മീയ ഗുരു മാത്രമാണ് വിശ്വാസ്യനെന്നും അദ്ദേഹത്തിന് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയൂ എന്നും വരുന്നു. സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ പരിഗണിക്കാതെ കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നൈപുണ്യമാർജിച്ച ഒരു വ്യക്തിക്കല്ലാതെ മറ്റാർക്കും ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവാകാൻ സാധ്യമേ അല്ല എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു. കിബാ വിപ്ര കിബാന്യാസി ശുദ്രകേനേനയ യേ കൃഷ്ണതത്വവേത്ത സേ ഗുരുഹയ. ഒരാൾ ബ്രാഹ്മണനാകട്ടെ, ശൂദ്രനാകട്ടെ, സന്യാസിയാകട്ടെ, കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നിപുണനെങ്കിൽ അദ്ദേഹം പരിപൂർണ വിശ്വാസ്യനായൊരു ആത്മീയ ഗുരുവായിരിക്കും. ചൈതന്യ ചരിതാമൃതം മധ്യലീല 8:1-2. അതുകൊണ്ട് കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നിപുണനാകാതെ ആർക്കും വിശ്വാസ്യനായ ഒരു ആത്മീയ ഗുരുവാകാൻ സാധിക്കുകയില്ല. വൈദിക ശാസ്ത്രത്തിൽ ഇപ്രകാരം പറയുന്നു: സത്കർമ്മ നിപുണോ വിപ്രോ മന്ത്രതന്ത്ര വിശാരദഃ അവൈഷ്ണവോ ഗുരു ന സ്യാദ് വൈഷ്ണവ ശബജോ ഗുരുഹു. കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നൈപുണ്യമാർജിക്കാത്ത അഥവാ ഒരു വൈഷ്ണവനല്ലാത്ത വ്യക്തി, അയാൾ പണ്ഡിത ബ്രാഹ്മണനും സർവജ്ഞനും വേദാന്തിയും ആയിരുന്നാൽ കൂടി ഒരു ആത്മീയ ഗുരുവാകാൻ അയോഗ്യനത്രേ. എന്നാൽ നീചകുലത്തിൽ പിറന്നവനായാലും കൃഷ്ണാവബോധ തത്വം ഉൾക്കൊള്ളുന്നു എങ്കിൽ അഥവാ വൈഷ്ണവനാണെങ്കിൽ അദ്ദേഹത്തിന് ആത്മീയ ആചാര്യനാകാം. പത്മപുരാണം പറയുന്നു. ജനനം, വാർദ്ധക്യം, രോഗം, മരണം എന്നിങ്ങനെ ഭൗതിക ജീവിത സംബന്ധങ്ങളായ പ്രശ്നങ്ങളൊന്നും ധനാർജനം കൊണ്ടോ സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടോ പരിഹരിക്കാവുന്നതല്ല. അർദ്ധസമ്പത്തുകളാൽ വികസിച്ചതും ജീവിത സൗകര്യങ്ങളുമെല്ലാം ഉള്ളതുമായ അനേകം രാജ്യങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. എന്നാൽ അവിടെയും ഭൗതികമായ ജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. മനുഷ്യർ വിവിധ മാർഗങ്ങളിലൂടെ സമാധാനം തേടി അലയുകയാണ്. യഥാർത്ഥമായ ആനന്ദം നേടണമെങ്കിൽ അവർ ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ കൃഷ്ണ സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന ഭഗവത്ഗീത, ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങളെ കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന കൃഷ്ണാവബോധം ലഭിച്ച വ്യക്തിയിൽ കൂടെ സമീപിക്കുക തന്നെ വേണം. ഗാർഹികം, സാമൂഹികം, രാഷ്ട്രീയം, അന്താരാഷ്ട്രീയം എന്നിവകളാൽ ഉളവാകുന്ന മനക്ലേശങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തിക അഭിവൃദ്ധിക്കോ സുഖഭോഗങ്ങൾക്കോ കഴിയുകയില്ല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ഭൂലോകത്തിന്റെ സമഗ്ര ആധിപത്യമോ ദേവന്മാർക്ക് സ്വർഗലോകത്തിലുള്ളതുപോലുള്ള പരമാധികാരമോ ലഭിച്ചാലും ഈ ദുഃഖം തന്നെ വിട്ടൊഴിയില്ല എന്ന് അർജുനൻ പറയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം
കൃഷ്ണാവബോധത്തെ ശരണം പ്രാപിച്ചത്. സമാധാനത്തിലേക്കും ഒത്തൊരുമയിലേക്കുമുള്ള മാർഗം അതുതന്നെ. സാമ്പത്തിക അഭിവൃദ്ധിക്കും ലോകാധിപത്യത്തിനും പ്രകൃതി വിക്ഷോഭങ്ങൾ ഏതു നിമിഷവും അറുതി വരുത്തിയേക്കാം. ആളുകൾ ചന്ദ്രനിൽ പര്യവേക്ഷണം നടത്തുന്നത് പോലെ ഉപരിഗ്രഹങ്ങളിലേക്കുള്ള ഉയർച്ചയും ഒറ്റയടിക്ക് ഇല്ലാതാവാം. ഇത് ഭഗവത്ഗീത ഊന്നി പറയുന്നുണ്ട്. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. സത്കർമ്മങ്ങളുടെ ഫലം അവസാനിക്കുമ്പോൾ ജീവാത്മാക്കൾ ആനന്ദത്തിന്റെ കൊടുമുടിയിൽ നിന്ന് വീണ്ടും ജീവിതത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നു. ലോകത്തിൽ അസംഖ്യം രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ വീണിട്ടുണ്ട്. ആ വീഴ്ചകൾ പിന്നീടുള്ള വിലാപങ്ങൾക്ക് കാരണങ്ങളായിത്തീരുന്നു. അതുകൊണ്ട് ദുഃഖങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കണമെങ്കിൽ അർജുനൻ ചെയ്യുന്നത് പോലെ കൃഷ്ണനെ സർവാത്മന ആശ്രയിക്കുക തന്നെ വേണം. തന്റെ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരമുണ്ടാക്കണമെന്ന് അർജുനൻ കൃഷ്ണനോട് അപേക്ഷിച്ചു. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ വഴി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.